അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചോറ് വെക്കുന്നൊരു തിരക്കിയതാണ്. ഇതാ നല്ല അരി, പൊന്നി അരിയാണ്, റേഷൻ അരിയല്ല, നല്ല ഇതാ പൊന്നി അരി. ചോറ് സൂപ്പറാട്ടോ ഇതിൻ്റെ ചോറ്. നല്ല മഴയാണ്. ഇതാ താറാവിൻ്റെ അവസ്ഥ നോക്കിയതാ. ഇവരെല്ലാവരും നനഞ്ഞു കുളിച്ചു, നനഞ്ഞ് നടക്കലാണ് ഇവരെ പരിപാടി. ഇതാ നനഞ്ഞ് എന്താ അതിൻ്റെ അവസ്ഥ നോക്കിയേ. ഇതവിടെ ഷീറ്റൊക്കെ കെട്ടീന് വേണ്ടതാ. ഇവർ മൊത്തം നനഞ്ഞ്. കോഴി പിന്നെയും നനയുന്നില്ല, ഇവരാണ് നനയുന്നത്. അവർക്ക് താറാവ് വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാവാന്. നല്ല മഴയാട്ടോ. ഇതാ നല്ല കാലാവസ്ഥ, മഴ ഉണ്ട്. നമ്മുടെ അരിയൊക്കെ വെള്ളം തിളച്ചു, അരിയൊക്കെ വെച്ചെടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ കറിയുടെ മെയിൻ ഇതാ നെത്തൽ. പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതാ നെത്തൽ, നല്ല നെത്തലാണ് കേട്ടോ. ഇതാ പിന്നെ നമ്മുടെ ചെറിയൊരു അയിലക്കുട്ടൻ, നല്ല വലുതുമല്ല നല്ല ചെറുതല്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ മീൻ. അപ്പോൾ ഇതൊന്ന് ഓരോന്ന് മുറിച്ച് നല്ല ക്ലീനാക്കി വെക്കട്ടെ. ഇവിടെ മിക്സറെല്ലാം അടിക്കലാണ്. ഇതാ മിക്സറിലെടുക്കുന്നത് കബിലും മിക്സർ. പുറത്ത് നല്ല മഴയായതുകൊണ്ട് മിക്സർ അടിച്ച് കയറില്ല. ടേസ്റ്റുണ്ടാ? വേറെ ഇടുന്നു. അപ്പോൾ നമ്മുടെ മീനൊക്കെ മുറിച്ചു. ഇതാ നല്ല പൊരിക്കാൻ പാകത്തിൽ വരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ നെത്തലും ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും മുറിച്ച് ക്ലീനാക്കി കൊണ്ടുവന്ന് തലേന്ന് കളഞ്ഞിട്ടില്ല, കാരണം നല്ല വിലയല്ലേ. മീനൊക്കെ കൊട്ടത്തലയാക്കി എടുക്കും. നല്ല ടേസ്റ്റ് ആട്ടോ കൊട്ടത്തലാക്കിയിട്ട് അതിലെല്ലാം പൊരിച്ച് കഴിഞ്ഞാൽ. അതിന് കറിയൊക്കെ വെക്കാൻ നോക്കട്ടെ. ഉപ്പ്, മഞ്ഞൾ, മുളക്, മസാല വരക്കി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ പിടിക്കാൻ വെച്ച് നമ്മുടെ മീൻ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ചു. അപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കട്ടെ. നമ്മുടെ മീൻ നല്ലോണം കൊട്ടത്തലയാക്കി നല്ല വൃത്തിയിൽ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് പൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടി തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ മുറിക്കേണ്ടതായി ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അത് അവിടുന്ന് പൊരിയട്ടെ. വെക്കാൻ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയുടെ പകുതി, ഉള്ളും വേണ്ട പകുതി. അപ്പോൾ നമ്മുടെ പൊരിക്കാൻ വെച്ച മുളകിൽ ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടി നമ്മൾ മീൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ തക്കാളിയൊക്കെ വാടി വരുന്നത് വരെ അത് ഉപ്പ് നല്ല വൃത്തി പിടിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോഴേക്കും നമ്മുടെ മീൻ ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ. നല്ല സൂപ്പറായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇതാ പൊരിഞ്ഞു. നല്ല ഇനി അടിഭാഗം കൂടി വേവാനുണ്ട്. നമ്മുടെ കറി വെക്കാനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് കൊടുക്കുക. എണ്ണയിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. കടുക് കൂട്ടുന്നുണ്ട്. ഇവിടെ കടുക് നന്നായി പൊട്ടിയുണ്ടെങ്കിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിനാ. ദിസ് ഇസ് എ മല്ലിച്ചപ്പ്. ഇതെന്താ പറയാ? ദിസ് ഇസ് എ മല്ലിച്ചപ്പ്. ഞാൻ എന്താ പറഞ്ഞ എന്നോട് അടപ്പൊരു എടുക്കാൻ? കറിവേപ്പില. അതായത് കറിവേപ്പില പറിച്ചിട്ട്. ഇത് മല്ലിച്ചപ്പ. ഇത് ഇറച്ചി മീനത്ത് കൂടാ. ഇത് മീൻ കറിക്കിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഉണ്ടല്ലോ കൂന്തലി, ചെമ്മീൻ അങ്ങനത്തെ എല്ലാം. ഞാനിപ്പോൾ എനിക്ക് കറിവേപ്പിലാണ് ഇഷ്ടം. അപ്പോൾ ഞാനിത് ഇടുന്നില്ല. മല്ലിച്ചപ്പ നല്ല ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയ നാടൻ മല്ലിച്ചപ്പല്ലേ. അപ്പോൾ നമുക്ക് കറിയിലൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇടുന്നില്ല എന്ന് കരുതി. നത്തലായതുകൊണ്ട് നമ്മൾ ഉള്ളിയും തക്കാളി നല്ലോണം പാടട്ടെ. എടുത്തു കറിവേപ്പില. ഇതന്ന് കറിവേപ്പില. ഓക്കെ. തക്കാളി പെട്ടെന്ന് കുറിഞ്ഞ് കിട്ടുവാൻ വേണ്ടി അതിൽ ഉപ്പ് ചേർത്ത് വെക്കാം. എല്ലാവരും എല്ലാവർക്കും കറി വെക്കാൻ അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഓരോരാളുടെ കറികളിൽ പലതും വ്യത്യാസം കാണും. ഞാനിങ്ങനെയാണ് വെക്കൽ. അപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിഞ്ഞു. അതൊന്ന് വാങ്ങി വെക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല മഴ തുടരുകയാണ് ഗൈസ്. നല്ല മഴയാണ്. കാലാവസ്ഥയൊക്കെ വളരെ ഇതാണ്. കാർമേഘമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ടാവും. നമ്മുടെ തക്കാളി നല്ലോണം വാടി കുഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി,
അതൊക്കെ ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ അതിൽ വേണ്ടത് മീൻ വെള്ളം അല്ല ആവശ്യത്തിനുള്ള വെള്ളം മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിലിങ്ങനെ ഇട്ട് കൊടുത്തിയാണ്. അപ്പോൾ അതന്നെ ഇട്ട് കൊടുക്കുകയാണ്. മെല്ലെ പതി ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഉപ്പും മുളകും നേരത്തെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ പുളിവെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് നേരത്തെ തക്കാളി കുമിയാൻ വേണ്ടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇത് നമുക്ക് കൊത്തി കൊടുക്കാം. അവിടുന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ നത്തൽ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്, തിളക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.